മുജീബ്, താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ വിവാദങ്ങൾ, അതിന് പല തലങ്ങളുണ്ട്. ഈ കക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ നമ്മുടെ കാരണവന്മാർ പറയാറുള്ളത് പോലെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് രണ്ട് വിഷയങ്ങൾ ഉന്നിക്കൊണ്ടാണ് നിലവിൽ സംസ്ഥാന ഗവൺമെന്റും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളവരെല്ലാം നീങ്ങിയത്. ഒന്ന്, നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും KSMCയുടെ നേതൃത്വത്തിലുള്ള ഒരു വഖഫ് ബോർഡ് നിയമിക്കുകയും ചെയ്തു. UDF അധികാരത്തിൽ വന്ന സമയത്ത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് നിയോഗിച്ച ആ വഖഫ് ബോർഡിനെ അംഗീകരിക്കാൻ പുതിയ സർക്കാരിന്റെ നേതൃത്വം തയ്യാറല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിന്റെ മുൻ നേതാവായിരുന്ന ഹംസ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു വന്ന ഒരു പ്രതിനിധിയാണ്. അതേപോലെ തന്നെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ വഖഫ് ബോർഡിന്റെ ഒരംഗമായിട്ടുള്ള ഉമർ ഫൈസിയോട് മുസ്ലിം ലീഗിന് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വഖഫ് ബോർഡ് തങ്ങളുടെ ഗവൺമെന്റ് നിലവിലുള്ളപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു മാനസികാവസ്ഥ അവിടെ നിലനിൽക്കുന്നു. രണ്ടാമതായി, നമുക്കറിയാം ഈ വഖഫ് ബോർഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് 18-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച്, ആഹ്വാനമനുസരിച്ച് മുഴുവൻ വഖഫ് സ്വത്തുക്കളും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമീദ് പോർട്ടലിൽ 2026 മെയ് മാസം 17-ാം തീയതി ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മുനമ്പത്തെ 404 ഏക്കർ വഖഫ് ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി തന്നെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു, വഖഫ് ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, വഖഫ് ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന് 8ന്റെ പണിയാണ് തന്നിട്ടുള്ളത്. മറ്റൊരു ഘടകം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ താങ്ങി നിർത്തിയിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്, വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ശരിയായ നടപടിയല്ല. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുവാനും ബാധ്യസ്ഥരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് വഖഫ് ബോർഡ് അവർ ചെയ്യേണ്ട ബാധ്യതയാണ്. നിലവിൽ ആ വഖഫ് ബോർഡ് ആ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉമീദ് പോർട്ടലിലേക്ക് മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ലെങ്കിൽ മെയ് മാസം 18-ാം തീയതി കഴിഞ്ഞ് 19-ാം തീയതി ആയാൽ ഈ പറയപ്പെടുന്ന ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത്, മുനമ്പത്തെ സമരത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്, ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നു. കാരണം മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായിരുന്നുവെങ്കിൽ രാജ്യത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കളും ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെടാതിരുന്നത്? ആ രജിസ്റ്റർ ചെയ്യപ്പെടാതിരുന്നത് മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള വാദം ഉന്നയിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, മുനമ്പത്തെ റിസോർട്ട് മാഫിയകളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം, ആ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന സഭാ നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന വഖഫ് ബോർഡിന്റെ ആ നിലപാടിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ അവർ കാണുകയും ഈ പറയപ്പെടുന്ന സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനെ താങ്ങി നിർത്തിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ടാം കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളും അതേപോലെ തന്നെ മുനമ്പം സമരസമിതി ഉൾപ്പെടെയുള്ളവരും സഭാ നേതൃത്വങ്ങളും എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിച്ച് റിസോർട്ട് മാഫിയകൾ ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് വഖഫ് ബോർഡിനെ അവിടെ നിന്ന് തെറിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ വന്നിട്ടുള്ള ഹർജികളെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജ് സാധാരണ ഒരു BJP നേതാവിനെ പോലത്തെ ഒരു BJP നേതാവല്ല. ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജും കേരളത്തിന്റെ മതേതരത്വവും ഇവിടുത്തെ മതസൗഹാർദ്ദവും എല്ലാം കെടുത്തുന്ന രീതിയിൽ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ഒരു മുസ്ലിം ലീഗുകാരൻ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അത് പൊതു താൽപര്യ ഹർജിയായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. ഉണ്ട്
അതിനു മുമ്പ് ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ 2 യുവ നേതാക്കൾ ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതി ആ ഹർജി തള്ളുകയും ഒരു പൊതു താൽപര്യ ഹർജി എന്നുള്ള രീതിയിലേക്ക് അത് പരിഗണിക്കാമെന്നുള്ള രീതിയിലേക്ക് കോടതി പരാമർശം നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന ഹർജികൾ ഇവിടെ വന്നിട്ടുള്ള 4 ഹർജികളും അവിടെ സ്വമേധയാ വന്നിട്ടുള്ള ഹർജികളല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഇതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തനം ഇവിടെ എന്റെ പിന്നിൽ ആരുമില്ല. അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ പിന്നെ നടക്കണം. സാർ ഞാൻ സംസാരിക്കട്ടെ. സ്റ്റാലിൻ ദേവന്റെ ഹർജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ലല്ലോ. സ്റ്റാലിൻ ദേവന്റെ ഹർജിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിന്റെ ഇടക്ക് സ്റ്റാലിൻ ദേവൻ ചർച്ച ചെയ്യുന്ന അദ്ദേഹം സംസാരിക്കട്ടെ. ഞാൻ അല്ല, എന്റെ പിന്നിൽ ആരൊക്കെ നടക്കുന്നു പറയുന്നത് എന്തിനാ? എന്റെ പിന്നിൽ ആരുമില്ല. അതില് ഈ പറയപ്പെടുന്ന റിസോർട്ട് അല്ല, ഞാൻ സംസാരിക്കുന്നത് ആങ്കറിനോടാണ്. താങ്കൾക്ക് ഇത് കഴിഞ്ഞ ശേഷം എന്റെ പേര് പരാമർശിക്കുമ്പോൾ നിലവിൽ ഈ വിഷയം മൊത്തം അല്ല, അത് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് അവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചക്ക് എന്തർത്ഥമുള്ള? ഞാൻ സംസാരിക്കട്ടെ. 2 വിഷയങ്ങൾ. ഒന്ന്, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ വഖഫ് നിർത്ത്, ഞാൻ സംസാരിക്കും. നിലവിലെ വഖഫ് ബോർഡ് ചെയർമാനെയും വഖഫ് ബോർഡ് അംഗങ്ങളെയും അംഗീകരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 2019 ഈ മുനമ്പം ഭൂമി വഖഫ് ബോർഡിന്റെ ആസ്തിപ്പട്ടിയിലേക്ക് ഉൾപ്പെടുത്തിയതാരാ? റഷീദ് അലി തങ്ങളാ. റഷീദ് അലി തങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. ആ സമയത്ത് കേരളം ഭരിച്ചിരുന്നത് ആരാണ്? UDF ആണോ? അല്ല. അന്ന് കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ 1ാം ഗവൺമെന്റാണ്. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് അധികാരത്തിൽ വന്നത്? 2016 കാലഘട്ടത്തിലാണ്. അപ്പൊ 2016 മുതൽ 2019 വരെ കേരളത്തിന്റെ വഖഫ് ബോർഡ് UDFന്റെ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ ഈ പറയപ്പെടുന്ന അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള വഖഫ് ബോർഡായിരുന്നില്ല. മറിച്ച് അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് 2019 ഇവിടെ വഖഫ് ബോർഡിന്റെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 2026 UDF സർക്കാർ ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുവാനായിട്ടുള്ള ശ്രമം നടത്തരുതായിരുന്നു എന്നാണ് അല്ലെ? അങ്ങനെ വരുമ്പോൾ അത് സാധൂകരിക്കുന്ന ഒന്നുകൂടി ാണല്ലോ മുസ്ലിം ലീഗിന്റെ 2 യുവ നേതാക്കൾ കോടതിയെ സമീപിച്ചത്. അതാണല്ലോ അല്ലേ മഞ്ജുഷ്? ഇതില് നിലവിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിക്കും അതേപോലെ തന്നെ നേരത്തെ സംസാരിച്ച അദ്ദേഹത്തിന്റെ വാദങ്ങളുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന്റെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോ ഏറ്റവും ആനുകാലികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ ഇവിടുത്തെ എല്ലാ മതവിശ്വാസികളുടെയും വികാരങ്ങൾ മാനിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ട പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം സമുദായത്തോട് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഈ വഖഫ് പോലെയുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള സൂക്ഷ്മത പാലിക്കപ്പെടേണ്ടതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ ഹർജികൾ കോടതിയിൽ വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വാദം നടന്ന സമയത്ത് BJPയുടെ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് കൊടുക്കപ്പെട്ടിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഡ്ജി അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു, നിങ്ങളുടെ നിലപാട് എന്താണ്? ഞങ്ങളുടെ നിലപാട് അതിപ്പോ വഖഫ് മന്ത്രി ഇത് തിരിച്ചു പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ഒരു കൂട്ടുത്തരവാദിത്വമുള്ള ഗവൺമെന്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയിലൂടെ അവിടെ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ജനറല് അവിടെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ളത് ഈ പറയപ്പെടുന്ന രീതിയിൽ BJPയുടെ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് കൊടുക്കപ്പെട്ടിട്ടുള്ള ഹർജിയിന്മേൽ ഞങ്ങളുടെ നിലപാടും അത് തന്നെയാണ് എന്ന് സത്യവാങ്മൂലം മാത്രം ബാധിക്കുന്നത് അല്ല. ഞാൻ പറയുകയാണ്, ഞാൻ പറയുകയല്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ. ഇത് ഞാൻ പറഞ്ഞു ഞാൻ പോകുകയല്ലോ, ഞാൻ സംസാരിക്കല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ഇപ്പോഴത്തെ പ്രശ്നം. മുനമ്പം വിഷയം അവിടെ നിൽക്കട്ടെ, ഗവൺമെന്റ് 2 മുന്നണികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സ്വത്തുക്കൾക്കൊക്കെ അപകടകരമാകുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം രാജ്യസഭയോ ലോക്സഭയൊക്കെ പാസ്സാക്കിയ നിയമം തന്നെയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ
മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിം ലീഗ് തന്നെ അതേപോലെ തന്നെ സംസ്ഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെത്തുകയും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ പറയപ്പെടുന്ന അതിന് വിരുദ്ധമായ രീതിയിൽ നാളെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം നടക്കുമ്പോൾ കേരളത്തിന്റെ നിലപാട് ഇതാണ്. അതുകൊണ്ട് തന്നെ ആ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റിന്റെ പ്രതിനിധി അവിടെ ഹർജിക്കാരന് അനുകൂലമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് അത് താങ്കൾ ഇതുവരെ ആ നിലപാട് എന്താണെന്ന് പറയുന്നില്ല കേട്ടോ. താങ്കൾക്ക് ആ നിലപാട് പറയാൻ എന്താ ബുദ്ധിമുട്ടുള്ള പോലെ മതേതര ഗവൺമെന്റിന്റെ അല്ലല്ലേ എന്താ ഈ പറഞ്ഞ ഈ പരത്തി പറയുന്നല്ലേ എന്താണ് സംസ്ഥാന സർക്കാർ നിലപാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവിടെ ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് എടുക്കപ്പെട്ടിട്ടുള്ള നിലപാട് തെറ്റാണ്. ആ നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ രേഖാമൂലം അവിടെ കൊടുക്കപ്പെട്ടിട്ടുള്ള നിലപാട് എന്നുള്ള രീതിയിൽ അത് എത്രമാത്രം തിരുത്തപ്പെടാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശരി ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും താങ്കൾ അതിലേക്ക് വരുന്നില്ല. പക്ഷേ അത് സെക്ഷൻ 14 അനുസരിച്ച് നിയമനം നടത്തുന്നതിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. അതിന്റെ അർത്ഥം അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. പക്ഷേ ശ്രീ CK ഷാക്കിർ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.